അവിടെ ഈ ദാവത്ത് എഫക്റ്റ് എന്ന ഒരു സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നൊരു ഭാഗമായി ഇരിക്കുമ്പോൾ പലതരം പ്രശ്നങ്ങളുള്ള ആളുകളാണ് ദിനംതോറും അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നമായാലും സാമ്പത്തികമായാലും മറ്റുള്ള തരത്തിലെ എല്ലാ പ്രശ്നങ്ങളുമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരയ്ക്കും ഒരു സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരിക്കാം. അതൊരു ബാഹ്യമായ ദർശനം എന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അടുത്ത് വന്ന് അവരുടെ കഥകൾ പറയുമ്പോൾ, അവരുടെ രഹസ്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു പരിസരത്താണോ ഇത്രയും വലിയ മഹത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മഹത് കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഇത്രയും ദുർനിമിത്തമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ, അവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ഞാൻ പോലും ഓരോ കൗൺസിലിംഗ് നടക്കുമ്പോഴും കരഞ്ഞു പോകാറുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ വന്നിരിക്കേണ്ട ഈ ഭാഗത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഉറക്കുളിയും വിഷം കൈ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവിടെ വന്ന് ചെറിയൊരു ഉപദേശം കൊണ്ട് മാറിപ്പോയ വ്യക്തികൾ ഈ വേദിയിലൊരിക്കുന്നുണ്ട്. സ്വന്തം മകൻ അമ്മയുടെ കഴുത്തിന് നേരെ ഒരു ആഞ്ഞു വീശിയ വെട്ടുകത്തി തടുത്തു കഴിഞ്ഞപ്പോൾ 2 പേരിൽ അങ്ങനെ തൂങ്ങി. അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടുമ്പോഴും അവർ പറയുന്നത് എൻ്റെ മകനൊന്നും ചെയ്യരുത്, എൻ്റെ മകൻ അറിയാതെ ചെയ്തതാണ് എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി കൊടുത്തൂടെ? മഹർഷി, ഞാൻ മരിക്കാനായിട്ട് ഉറക്കഗുളിയായി നടക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയും കുട്ടികളും ഒരു നേരത്തെ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുടിച്ച് ഇവിടെ കഴിയാം. ഇവിടെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ആശ്രമത്തിൻ്റെ വാതിൽ അടയുകയില്ല. ആശ്രമം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പൂജയോ മന്ത്രമോ തന്ത്രമോ ഒന്നുമില്ല. ഞാൻ പറയാറുണ്ട്, എവരിതിങ് ഈസ് പോസിബിൾ. ലോകത്തിൽ സാധ്യമല്ലാത്തടി യാതൊന്നുമില്ല. വാക്ക് വളരെ ഒരു നിസ്സാരമാണ്, പക്ഷേ അത്തരത്തിലേക്കൊന്ന് എത്തുമ്പോൾ അതികഠിനമാണ്. താവത്ത് എന്ന് പറഞ്ഞ ഒരു വാചകം തന്നെ ഇത്രമാത്രം ഒരു ചെറിയൊരു വേദി സംഘടിക്കാനായി ഞങ്ങളെല്ലാം സംഘടിപ്പിച്ചു. ഒരാൾ പോലുമില്ല, ഞാൻ ഒറ്റയ്ക്കായി, ഒരാളുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, മഹാസംഗമം നടത്തണം മഹർഷി, നമുക്ക് മഹാസംഗമം നടത്തണം, ജനപ്രളയം ഉണ്ടാക്കണം. ഒക്കെ ശരിയാണ്, പക്ഷേ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്യൽ പോലുമില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, എന്ത് ചാലഞ്ചുകൾ വരുമ്പോഴും നമ്മൾ ഉത്തരവാദിത്തങ്ങളുടെ കൂടുതലായി ഏറ്റെടുക്കുക. ബദനിയിൽ വന്നു, ഞാൻ ഇവിടുത്തെ ഫാദർമാരെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ എനിക്ക് കിട്ടുന്ന ഓരോ വാക്കുകളും ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റേഷൻ്റെ പോകും, സാറിനന്മാരനായിട്ട് സംസാരിക്കും. അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം കണ്ട് ഇത്ര പേരെയെങ്കിലും സംഘടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് എന്നെ പുറത്തു വരയ്ക്കാൻ എനിക്ക് തോന്നുന്നത്. ഇത്ര പേരെയും ആ ഒരു കുഗ്രാമത്തിലിരുന്നു കൊണ്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഈ പ്രകൃതി നൽകിയ, അല്ലെങ്കിൽ ഈശ്വരൻ എന്നോ ഏത് പേര് വേണമെങ്കിലും പറയാം, കനിഞ്ഞു നൽകിയ ഒരു അവസരമെന്ന് പറയാം. നമുക്ക് വാക്കുകൾക്കല്ലല്ലോ കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന അതിവിശിഷ്ടമായ നമ്മുടെ ശ്രീ ബാലകൃഷ്ണ മേനോൻ, അദ്ദേഹത്തിനെ വാക്കുകൾ കൊണ്ട് എനിക്ക് ഉയർത്താൻ കഴിയില്ല. എങ്കിലും ഈ എളിയ നമ്മുടെ ആ ഒരു പ്രവർത്തനങ്ങളെ ഭാഗം, ആ ഒരു വാക്കുകൾ അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കരുതുന്നത് അതൊരു പൂർവ്വജന്മ സുഹൃതമാവാം. എന്നതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുഖ്യ അതിഥിയായിട്ടല്ല, ഇതിൻ്റെ മുഖ്യ സംഘാടകൻ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ DOSP വിശ്വംഭര സാർ, അദ്ദേഹം ആ വിഷയത്തിൻ്റെ ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു അംശങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഇവിടെ വരാനും നമ്മുടെ കൂടെ ഒരു മുഖ്യ അതിഥിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ആ വ്യക്തിയെ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ പോർക്കുളം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീമതി ഓമന ബാബു. ഇന്ന് വരെ ആശ്രമം തുടങ്ങി വെച്ചല്ല, അവർ സ്ഥാനത്ത് എത്തിയതിന് ശേഷം ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും വിളിക്കുമ്പോൾ എന്താണ് മഹർഷി വേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായ സഹായം ചെയ്തതെന്ന് നമ്മളെ ഇത്രയും പേരെ നിങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഒരു പ്രചോദനം ചെയ്തു തന്ന, ഒരുപക്ഷെ നിങ്ങളവരെ അറിയുന്നില്ലായിരിക്കാം, അവരുടെ ശക്തി പോലും എനിക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. അവരെയും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. പിന്നെ അമൃതയിലെ പ്രൊഫസർ, സൈക്കാട്രി പ്രൊഫസറാണ് ഡോക്ടർ N ദിനേഷ്. ഞാൻ കരുതി നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ മൂല്യമുള്ളതായിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തി ആളുകളുടെ എണ്ണമല്ല, അതിൽ സഹകരിക്കുന്ന, അതിൽ പങ്കെടുക്കുന്ന, സമൂഹത്തിന് സന്ദേശം കൊടുക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികളെ പങ്കെടുപ്പിക്കുക, അവർക്ക് കൊടുക്കാൻ കരുത്തുള്ളവരെ കണ്ടെത്തുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക്
അമൃതയിലെ സൈക്കാട്രി പ്രൊഫസറായ ഡോക്ടർ എൻ ദിനേഷ് അവർജനെ കണ്ടെത്തിയത്. അപ്പോൾ അവർ ക്ഷണം സ്വീകരിച്ചു. ഞാൻ അറിഞ്ഞത് അതിനിടയ്ക്ക് ഡേറ്റ് തെറ്റിയിട്ട് പോലും ഒന്ന് വന്ന് മടങ്ങിപ്പോവുകയും ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ അത്രയും ഈ ഒരു വിഷയം നമ്മൾ എല്ലാ സ്ഥലത്തും സംഭവിച്ചു കൊണ്ടിരിക്കും. അതിനൊരു മാറ്റം വരുത്തണമെന്ന് അവരുടെ ഉള്ളിലും ഒരു പക്ഷേ തോന്നലുണ്ടായിരിക്കാം. അവരിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചതിൻ്റെ അവരെയും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എന്നതുപോലെ ഇതിനെ നമ്മുടെ CI രാകേഷ് സാർ, ഞാൻ ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തോന്നി തന്നെ ഒരു ബുദ്ധിമുട്ടായി പോയല്ലോ എന്ന് CIക്ക് ഒരു പക്ഷേ തോന്നിക്കാണാം. കാരണം ഞാൻ എന്നും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, എന്ന് വിളിക്കും, സാറേ ഇങ്ങനെ ചെയ്യണ്ടേ. ഞാൻ കരുതി എന്നെ ചീത്ത പറയോ, കാരണം വല്ലതും പറയുമോ. പക്ഷെ എന്തായാലും വേണ്ടില്ല, ഏറ്റെടുത്തൊരു കാര്യമില്ല, വേറെ യാതൊരു വഴിയില്ല. ഞാൻ ആളുകളോട് വാക്ക് കൊടുത്തു പോയി, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ട ആരുമില്ല. അപ്പോൾ ഞാൻ CI എന്നും വിളിക്കും. എല്ലാ ദിവസവും എല്ലാ സമയവും അദ്ദേഹം അതിൻ്റേതായ പ്രചോദനങ്ങൾ എനിക്ക് തന്നിരുന്നു. ഇവിടെ വന്നിരുന്നു, കാണുന്നില്ല. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അവരെ നന്ദി പറയുന്നു. പിന്നെ സോളമൻ അച്ഛൻ, എനിക്ക് സോളമൻ അച്ഛനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ അവരെക്കുറിച്ച് പറയുന്നില്ല. അത് എനിക്ക് അറിയത്തില്ല, ഒരു പക്ഷേ പൂർവ്വ ജന്മവ സുഹൃത്താവാം. അപ്പോൾ ഞാൻ പറയുന്നില്ല, എല്ലാ നമ്മുടെ പ്രവർത്തികൾക്കെല്ലാം ഈശ്വരൻ ഉണ്ട് എന്നൊരു തുണയാവാം. ഞാൻ അവരെ കൊണ്ട് നന്ദി പറയുന്നു. ഇനി ഞാൻ കൂടുതൽ എല്ലാവരോടും പേരെടുത്ത് പറഞ്ഞതിൽ എല്ലാവർക്കും നന്ദി. ഈ ചെയ്യുന്ന ഇന്നത്തെ ഒരു വിഷയം നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. ഇനി ഈ സമൂഹത്തിൽ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും ആ താവത്ത് എഫക്റ്റിലൂടെ നിങ്ങൾ ചിന്തിക്കുക. ഇനി നമ്മുടെ ഈ പ്രദേശത്തും സമൂഹത്തിലും ഇത്തരം പ്രവൃത്തികൾ നടക്കാതിരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.